നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും സാഹചര്യങ്ങളുടെ കഠിനതയും പലപ്പോഴും നമ്മെ ഭയപ്പെടുത്താറുണ്ട്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ നാഥനായ ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുന്നുവെന്നും കർത്താവ് നമുക്ക് വേണ്ടി അണിയറയിൽ പ്രവർത്തിക്കുന്നുവെന്നും തിരിച്ചറിയുന്ന നിമിഷം നമ്മുടെ ഉള്ളിലെ സകല ഭയങ്ങളും പെയ്തൊഴിയും. ദൈവവചന പ്രകാരം പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. റോമാലേഖനം 8-ാം അധ്യായം 31-ാമത്തെ വാക്യം. ബൈബിളിലെ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. മുമ്പിലെ ചെങ്കടലും പുറകിലെ മിസ്രയീം സൈന്യത്തെയും കണ്ട് അവർ ഭയന്ന് നിലവിളിച്ചു. എന്നാൽ മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളുവിൻ. ജനം ഭയന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി കടലിനെ രണ്ടാക്കി മാറ്റി വഴിയൊരുക്കി. നാം നിശബ്ദരായിരിക്കുമ്പോൾ പോലും നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ വലിപ്പത്തെ നോക്കി ഭയപ്പെടരുത്. അതിനേക്കാൾ വലിയ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഓർക്കുക. നാം ഭയത്തിൻ്റെ വഴി നോക്കുമ്പോൾ വിശ്വാസം ദൈവം വഴി തുറക്കുന്നത് നോക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നാം ഒറ്റയ്ക്കാണെന്ന് കരുതി ഭയപ്പെടാറുണ്ടോ, അതോ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയിക്കാറുണ്ടോ? എൻ്റെ ഉപദേശം ഇതാണ്: സാഹചര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്ന് തോന്നുമ്പോൾ ഭയത്തിന് കീഴടങ്ങരുത്. കണ്ണ് കാണുന്ന പ്രതികൂലങ്ങളെക്കാൾ വലിയൊരു ദൈവിക കരുതൽ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങളുടെ ഭയത്തെ കർത്താവിനെ ഏൽപ്പിച്ച് പൂർണ്ണമായ സമാധാനത്തോടെ ഇരിക്കുക. ദൈവം കൂടെയുള്ളപ്പോൾ ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.